നാണയത്തുട്ടുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇതിന് മുമ്പേ ആയിട്ട് ഒരു പന്നി കിണറ്റിൽ ചാടുകയും അതിൻ്റെ ഒരു വീഡിയോ ചെറുതായിട്ട് ഇട്ടിരുന്നു അതിൽ. അപ്പോൾ ആ കിണർ തന്നെയാണിത്. ആ കിണർ നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ കിണർ എല്ലാം ക്ലിയറാക്കി അതിൽ റിങ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 55-65 വർഷം പഴക്കമുള്ള കിണറാണത്. ആ കിണറിൻ്റെ അടിയിലായിട്ട് അത് സൈഡൊക്കെ പൊട്ടിച്ചാടി ഒരു ഗുഹ പോലെ 4 പുറമായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 10 ലോഡ് സെക്കൻഡ് ക്വാളിറ്റി കല്ല്, വെട്ടുകല്ല്, ആ 10 ലോഡ് അതിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്, അത് അടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 7 ലോഡ് ചില്ലിയും. അങ്ങനെയാണ് അത് പരിപൂർണമായിട്ട് അതിൻ്റെ സൈഡൊക്കെ അടച്ചിട്ടുള്ളത്. 27 റിങ്ങറ്റ് അതിലേക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എൻ്റെ ഉപ്പയും എൻ്റെ വല്യപ്പയും കൂടി ഉണ്ടാക്കിയ കിണറാണിത്. അത് 5 വീടുകൾ ഞങ്ങൾ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാ ആവശ്യത്തിനും എടുത്തിരുന്ന കിണറായിരുന്നു. പിന്നെ ചില വീടുകൾക്ക് സ്വന്തം കിണറായപ്പോൾ 3 വീട്ടുകാർ കുടിവെള്ളത്തിന് മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കിണറായിരുന്നു. അങ്ങനെ ആയിരിക്കെയാണ് ഈ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടാവുകയും കുടിവെള്ളം മുട്ടുകയും ചെയ്തത്. കിണറ്റിലേക്ക് റിങ് ഇറക്കുന്നത് ആരും കണ്ടിട്ടില്ലെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടോളൂ. വിദേശത്തുള്ള ആളുകൾക്കൊക്കെ ഒന്ന് കാണാം. കുറേ കാലമായിട്ടുണ്ടാവുമല്ലോ കണ്ടിട്ട്. അതിശയമുള്ള കാര്യം അല്ലെങ്കിലും ഇത് ഈ മുളന്തണ്ടിലാണ് ഇതിൻ്റെ ഭാരം മുഴുവൻ, ഈ റിങ്ങിൻ്റെ ഭാരം മുഴുവൻ ഉള്ളത്. എൻ്റെ ആളുകളത് കയറ് പിടിച്ച് പതിയെ പതിയെ അതിലേക്ക് താഴ്ത്തും. ഒരു രസകരമായ സംഭവം തന്നെയാണ്. ഒരു കാലത്തും അഥവാ എല്ലാ കാലത്തും വറ്റാത്തൊരു കിണറായിരുന്നു ഇത്. അത്രയ്ക്ക് വെള്ളം കിട്ടുന്ന ഒരു കിണറും, ശുദ്ധമായ നല്ല ടേസ്റ്റുള്ള വെള്ളം. സാധാരണയായി നമ്മൾ കിണറ്റിലൊക്കെ റിങ് ഇറക്കുക, മണ്ണ് കോരുക, അതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ കൊടുംവേനലിലെ വെള്ള കിണറുകൾ വറ്റി അതേ ടൈമിലാണ്. ആ ടൈം നോക്കിയാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ അത് ഇപ്രാവശ്യം നമ്മൾ ഈ കാട്ടുപന്നിയുടെ ഈ പ്രശ്നം കാരണം ഇതൊന്ന് ശരിയാക്കല്ലാതെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അത് ചെയ്തത്. എങ്ങനെയായാലും കിണറിൻ്റെ ആ ഭാഗം എല്ലാം വളരെ വൃത്തിയായി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷ്വലും ഇതിലുണ്ട്. അതിൽ ചെറിയ കുറേ വിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. റിങ് കിണറിലേക്ക് കയറിലിറക്കി അത് പിന്നെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളിപ്പോൾ അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ വിദഗ്ധനായിട്ട് ആളാണ്. റിങ് ഇറക്കുന്നതിൽ വിദഗ്ധന്മാരാണ് ഇവർ. അത് വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ചെയ്യുന്നത്. അധിക റിങ്ങുകളും കിണറിലേക്ക് ഇറങ്ങി. ഏതാനും കുറച്ച് റിങ്ങുകൾ മാത്രമാണ് ഇറക്കാനുള്ളത്. അത് വിശദമായിട്ട് തന്നെ കണ്ടോളി. ആ റിങ് ഇറക്കുന്നത് അതിലേക്ക് നാല് ഭാഗത്തുള്ള ആളുകൾ കൂടി പതിയെ കിണറിൻ്റെ ഉള്ളിലേക്ക് ആ റിങ് പതിയെ ഇറക്കി വെച്ച് ആ 4 ഭാഗത്തുള്ള ആളുകളൊക്കെ പാടെ കൂടി
ആ കയറ് പതിയെ കെട്ടഴിച്ച് 4 ഭാഗത്തുള്ള ആളുകളൊപ്പം ആ കയറ് പതുക്കെ ലൂസാക്കി കൊടുക്കുമ്പോൾ റിങ് കിണറിലേക്ക് വലിയ വലിയ ഇറങ്ങും. അതിലെ വിദഗ്ധനായ ഒരാളാണ് അതിൽ വീണ്ടും ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരിയാക്കി അത് ശരിയാക്കിയിട്ട് മേലേക്ക് കയറുള്ളൂ. അത് ശരിയാക്കിയതിന് ശേഷമാണ് പിന്നെ അടുത്ത റിങ് ഇറക്കുള്ളൂ. എല്ലാവരും കൂടി റിങ് കിണറിൻ്റെ മുകളിലെത്തി റിങ്ങെല്ലാം ഇറക്കി ഇനി 1 or 2 റിങ് കൂടെയാണ് ഇതിൽ ഇറക്കി വെക്കാനുള്ളത്. റിങ് അതിൻ്റെ ശരിയായ പൊസിഷനിൽ വെക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. പിന്നെ അത് വെച്ചിരുന്ന കയറ് വലിച്ചെടുക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഇനി ഒരു റിങ് 2 റിങ് കൂടി അതിൻ്റെ മുകളിൽ വരും. അതിൻ്റെ ശ്രമത്തിലാണ് അവർ എല്ലാം ക്ലിയറായിപ്പോൾ. അത് വിദഗ്ധനായ ഒരാളാണ് കിണറിൻ്റെ പടവത്തായിരിക്കുന്നത്. പടവില്ല എല്ലാ റിങ്ങിൻ്റെ മുകളിലായിട്ട്. നമ്മളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ താഴോട്ട് ചാടിയെന്ന് പറഞ്ഞാൽ മതി. പരിചയമുള്ള ആളുകളാകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത്. അതെ, അപ്പോൾ ഒരു റിങ് കൂടി അതിൻ്റെ മുകളിലെത്തി. അങ്ങനെ റിങ് ഇറക്കലിൻ്റെ കാര്യം ക്ലിയറായി. അങ്ങനെ കിണറിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായി. എല്ലാവരും കണ്ടു റിങ് ഇറക്കിയത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. ബൈ.